നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിന് ജാമ്യമില്ല. സംഗീതയുടെ ജാമ്യം തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി അനുവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, നിതിൻ രാജിന്റെ മരണത്തിൽ റാമിന് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി എന്താണ് പറഞ്ഞത്? മായ, ഡോക്ടർ റാമിന് കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു ഈ മരണത്തിന് 16ാം ദിനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ച കോടതി രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള അധ്യാപികയായ സംഗീതയ്ക്ക് ജാമ്യം അനുവദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതി അധിക്ഷേപം എന്ന വാദം നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല, കോടതിയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമം ഡോക്ടർ റാമിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് കോടതി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. എന്തായാലും ഈ മരണം നടന്ന് ഇപ്പോൾ 16 ദിവസമാകുന്നു. ആ 16 ദിവസത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഡോക്ടർ റാമിനെ പിടികൂടാനോ ചോദ്യം ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഇതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം കോടതിയിൽ ഉയർന്നു എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഡോക്ടർ റാമിന് കോടതിയിൽ നിന്ന് കടുത്തമായ ഒരു തിരിച്ചടി ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിരൂപാധികമായി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ കോടതി ഒറ്റവാക്കിൽ ജാമ്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി ഇത്തരത്തിൽ ജാമ്യം നിഷേധിക്കുകയായിരുന്നു. അതേസമയം ഡോക്ടർ സംഗീതയ്ക്ക് ഒരു ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ജാമ്യം ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന ആരോപണങ്ങളെ അത് കോടതി വളരെ ഗൌരവപൂർവ്വം തന്നെയാണ് കൈകാര്യം കണ്ടിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെ മുഖവരയ്ക്കെടുത്തുകൊണ്ട് ഇത്തരത്തിൽ തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. എന്തായാലും 16ാമത്തെ ദിവസം, അതായത് നിതിൻ മരിച്ച് 16ാമത്തെ ദിവസം ഒരു സുപ്രധാന വിധിയുണ്ടായിരിക്കുന്നു. ആ വിധിയിൽ ഡോക്ടർ റാമിന് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. ജാമ്യാപേക്ഷയിൽ കോടതി ഇപ്പോൾ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ജാമ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള ഡോക്ടർ സംഗീതയ്ക്ക് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അത് ഈ കുറ്റകൃത്യവുമായി ഡോക്ടർ സംഗീതയ്ക്ക് നേരിട്ട് പങ്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ രണ്ടാമത്തെ പ്രതിയായിട്ടുള്ള സംഗീതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ റാം കടുത്ത ജാതീയമായ അധിക്ഷേപങ്ങൾ തുടർന്നിരുന്നുവെന്നും ഈ കുട്ടിയുടെ മരണത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം അംഗീകരിക്കുകയായിരുന്നു കോടതി ചെയ്തത്. മാത്രമല്ല, ഈ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ കുറ്റകൃത്യത്തിൽ നിന്നും പ്രതിപട്ടികയിൽ നിന്നും രക്ഷപ്പെടാൻ കോടതിയിൽ വ്യാജരേഖ ഉൾപ്പെടെ ഹാജരാക്കുന്ന സ്ഥിതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഡോക്ടർ റാം കടന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെല്ലാം ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മായ, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിന് ജാമ്യമില്ല. സംഗീതയുടെ ജാമ്യം തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ചിരിക്കുകയാണ്.